ഹായ് ഗൈസ്, കുറേ നാൾക്ക് ശേഷം എൻ്റെ പിന്നെ വീഡിയോ എടുക്കുവാണ് ഗൈസ്. അപ്പം ഇന്ന് നല്ലൊരു പ്രത്യേക ദിവസമാണ്. കാരണം ഇപ്പം സമയം വെളുപ്പിന് 1 മണി 1:30 അയക്കുന്നു ഗൈസ്. ഒട്ടും വയ്യാതെ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ പോവാം. ഒട്ടും വയ്യ. പോയി നേരെ ചൂടുവെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ കാണാം. ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോഴേക്കും ഒരു ഗുളിക കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഗുളികയ്ക്ക് വേണ്ടി ഗുളിക തപ്പിപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഇത് മൊത്തം കാലിയായിരിക്കുന്നു. അപ്പം ഇനി എന്തോ ചെയ്യാനാ? ചൂടുവെള്ളം കുടിക്കുക, അത് വിക്സോ പോലെ പുരട്ടിയിട്ട് കിടക്കുക. രാവിലെ എന്തായി തീരുന്നു ഒരു പിടിയുമില്ല. ഒട്ടും വയ്യ. നമുക്ക് നോക്കാം, രാവിലെ എണ്ണിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും രാവിലെ 12 മണിയായിരിക്കുന്നു. ഇന്നലെ കിടന്നത് 4 മണിക്കാണ് ഗൈസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പനി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, കൊതുക് ഇന്നലെ എന്നെ കിടത്തിയിട്ടില്ലായിരുന്നു. കൊതുകിന്റെ ശല്യമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റപ്പോഴേക്കും 12 മണിയായി ഗൈസ്. ഇനി നേരെ പോയി ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവണം. ഇപ്പൊ കുളിക്കുന്നില്ല, അപ്പൊ നേരെ നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ നേരെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഇഡലി സാമ്പാറാണ് കഴിക്കാൻ വേണ്ടി. ഒരു 4 ഇഡലിയും കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്. സാധാരണ 5 ഇഡലിയാണ് കഴിക്കുന്നത്, ഇപ്പം 4 ഇഡലി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇനി കഴിച്ചിട്ട് കാണാം. കഴിച്ചൊക്കെ കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വീട്ടുകാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പനിയായിരിക്കുന്ന ഈ സമയത്ത് അച്ഛൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അത് പറഞ്ഞു വെക്കാൻ. കാരണം സാധാരണ ഈ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഞാനാണ് വീട്ടിൽ വെക്കുന്നത്. അതാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, അതുപോലെ എനിക്ക് ഇഷ്ടം കഴിക്കാൻ. അപ്പൊ നമുക്ക് നേരെ യൂട്യൂബിൽ നല്ലൊരു റെസിപ്പി നോക്കിയിട്ട് ബീഫ് സെറ്റ് ആക്കാം. നമ്മുടെ ബീഫ് അല്ല സെറ്റ് ചെയ്ത് ഏകദേശം ഒരു 3/4 ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. നേരെ അടുപ്പിലോട്ട് കയറ്റിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയി കുളിക്കുക. അങ്ങനെ ഗൈസ് ഞാൻ എന്റെ കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബീഫ് കറിയും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നമ്മുടെ ഇഡലിയും ബീഫ് കറിയും. ബീഫ് കറിയുടെ വേറെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഗൈസ് നമ്മൾ ഇഡലി ട്രൈ ചെയ്യുന്നത്. അപ്പം ഇത് ട്രെൻഡിങ് ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യം ബീഫ് കഷ്ണം കഴിക്കാം. കുറച്ച് വേവണം ഗൈസ് ബീഫ്. നമുക്ക് ഇഡലിയും നല്ല തേങ്ങ കൊത്തും കൂടെ വെച്ച് ട്രൈ ചെയ്യാം. ഗ്രേവി പൊളിച്ചു, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷെ ബീഫ് ചെറുതായിട്ടൊന്ന് വേവണമായിരുന്നു, കുറച്ചും കൂടെ വേവണമായിരുന്നു. എന്നാൽ സൂപ്പർ കറിയായിരുന്നു ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ള വീഡിയോ ഗൈസ്. അപ്പം അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.